ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഒരു പരീക്ഷ എഴുത്താണ്. പാസ്സാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പാസ്സായാൽ സന്തോഷം, പാസ്സാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പാസ്സാകാൻ വേണ്ടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. പാസ്സാകുമായിരിക്കും അല്ലേ? അപ്പോൾ അതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ പോകണം. അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം. പറ്റിയാൽ ഡ്രസ്സ് മേടിക്കാൻ പോകണം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള പരിപാടികൾ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് കൂടി പറ്റിയാൽ പോവും. അതല്ലാതെ ഞാൻ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ശരി, വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്തൊക്കെ നടക്കും നമുക്ക് കണ്ടറിയാം. പിന്നെ ഇന്നും ഞാൻ നമ്മുടെ പാവാട പാൻറ്റായിട്ട് ഇട്ടേക്കണത്. കിടക്കണം പാവാട പാൻറ്റ്. ഹൊയ്യാ, ബാഗിയാണോ എന്താണോ, പക്ഷേ കംഫേർട്ട് അടിപൊളി. അതേപോലെ ഇന്നലത്തെ ടീഷർട്ട് മതി, വേറെ ടീഷർട്ട് ഇട്ടു. താഴെ മറ്റേ പാവാട പാൻറ്റും സെയിം ഷൂ. അപ്പം ശരി. പിന്നെ കാലാവസ്ഥ അടിപൊളി. പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി സാധനങ്ങൾ മേടിക്കാൻ പോകണം. പിന്നെ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 99% പാസ്സാവും. കാരണം എഴുതുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ പാസ്സാവോ ഇല്ലയോ എന്ന്. 70 ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് പാസ്സാവേണ്ടതാണ്. നല്ല റിസൾട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം വെച്ചും ഞാൻ എഴുതിയത് കാരണവും എനിക്ക് പാസ്സാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പാസ്സാകുമായിരിക്കും, ആകട്ടെ, അങ്ങനെയാണ് ഇരിക്കണേ. റിസൾട്ട് വരുന്നവരെ നമുക്ക് അങ്ങനെ ആശ്വസിക്കാമല്ലോ. ഇനി സാധനങ്ങൾ മേടിക്കാനായിട്ട് ബിദ്രോങ്കയിലേക്ക് പോവുകയാണ്. ബിദ്രോങ്കയിൽ ഓഫർ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ പരീക്ഷയുടെ കാര്യം അങ്ങനെ കഴിഞ്ഞു. ഇനി ഒരു പരീക്ഷയും കൂടി ഉള്ളൂ, വെള്ളിയാഴ്ച. അതത്ര പ്രശ്നമുള്ളതല്ല, കയ്യിൽ നിന്ന് ഇട്ടായാലും എഴുതാം. ആൻഡ്രോളജിയുടെ മെയിൻ ടെസ്റ്റാണ്. ഒരു 10 ലെക്ചർ നോക്കിയാൽ മതി, പാസ്സാകാനുള്ളതാണ്. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് പോകും. ചൊവ്വ, ബുധൻ, വ്യാഴം ജോലി ഉണ്ടാവണം. എന്തായാലും നാളെ ജോലിയുണ്ട്. ബാക്കി ദിവസത്തെ ജോലിയുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ പോകും, ചിലപ്പോൾ പോവില്ല. എൻ്റെ ധനകാര്യമന്ത്രീനെ വെച്ചാണ് അതൊക്കെ ഇത് ചെയ്യണേ. കാരണം അടുത്ത ആഴ്ച എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പരീക്ഷ കഴിഞ്ഞാലും ഒരു അവസാനം ഇല്ല. ഒരു ബ്രേക്ക് എപ്പോഴേലും എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്തായാലും ബിദ്രോങ്കി കയറി സാധനങ്ങൾ മേടിക്കട്ടെ. എന്താവും കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ബിദ്രോങ്കി എത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ഓഫർ കാര്യങ്ങളൊക്കെ. തക്കാളി ഉണ്ട്, ചിക്കൻ ഉണ്ട്, ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക. അത്ര തന്നെ. ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആർഭാടായിട്ട് ഈ ആഴ്ച ഓഫറില്ല. ആപ്പിളിനൊന്നും ഇപ്പോൾ ഓഫറില്ല. എന്താണാവോ. എന്തൊക്കെ മേടിച്ചെന്ന് വെച്ചാൽ ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട്, ചിക്കൻ മേടിച്ചിട്ടുണ്ട്, തക്കാളി മേടിച്ചിട്ടുണ്ട്, ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട് നിങ്ങൾ വരുമ്പോൾ മേടിച്ച് കഴിച്ചോ, അടിപൊളിയാണ്. നെക്ടറീന ആണെന്ന് തോന്നുന്നു. കിലോയ്ക്ക് 7.99. വിൻ്റർ സമയത്ത് കൊടുക്കത്ത റേറ്റാണ്. എന്നാലും കോളിഫ്ലവറിന് നല്ല ഓഫറുണ്ട്, 3.99. തക്കാളിക്ക് ഓഫറുണ്ട്. വേറെ അങ്ങനെ കാര്യമായിട്ട് ഓഫർ കാര്യങ്ങൾ ഒന്നിനുമില്ല. ചെറുക്ക് 19, അത് വിനിയും കുറയും. 10 സ്ലോട്ടിക്ക് താഴെ വരും. തണ്ണിമത്തം വെട്ടി വെച്ചേക്കണം, ഓഫറില്ല, എടുക്കുന്നില്ല. ക്യാപ്സിക്കം ആണെങ്കിൽ നമുക്ക് പറഞ്ഞ് എടുക്കാം. തക്കാളി ഒരു ക്യാപ്സിക്കം വെറുതെ അങ്ങോട്ട് എടുക്കാം. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. വേറെ സവോളയ്ക്ക് ഓഫറില്ല. ഈ ആഴ്ച ഒട്ടും ഓഫറില്ല. ഇതൊക്കെ തന്നെ ഐറ്റംസ്. വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഈ ആഴ്ച ഇല്ല കേട്ടോ. മീറ്റ് സെക്ഷൻ കൂടി പോയേക്കാം. മീറ്റ് സെക്ഷനിൽ കോഴിബബ്ബയ്ക്ക് ഓഫറില്ല. പോർക്കൂട്ടിന് ഈ ഒരു ടൈപ്പിന് ഓഫറുണ്ട്, പക്ഷേ എനിക്കെന്ത് പോർക്ക് എടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല. അതുകൊണ്ട് പോർക്ക് നമ്മൾ ഈ ആഴ്ച സ്കിപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഒരു പാക്കറ്റ് എടുത്തേക്കാം. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നിർത്താളാം. ബിയറിനൊക്കെ ഓഫറുണ്ട്. ആരെടുക്കണം വെറുതെ. പിന്നെ വേറെ എന്താ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മുട്ടയ്ക്കൊന്നും ഓഫറില്ല. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. ഈ ആഴ്ച ഒന്നുമില്ല. അപ്പം ശരി, ബൈ. ബിദ്രോങ്കയിൽ നിന്ന് വന്നിട്ട് നേരെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഇത്തിരി വെറൈറ്റി പിടിച്ചു. പൊതുവെ വെജിറ്റേറിയൻ ടീമാണല്ലോ ഞാൻ. ഇന്ന് പയറേറി അങ്ങോട്ട് ഉണ്ടാക്കി. അവിടെ ഗംഭീരമായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. 95% റെഡി ആയിട്ടുണ്ടെന്ന് വറ്റി കിട്ടിയാൽ കറി റെഡി. രണ്ടും മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, കോഴി ബബ്ബേനെ മേടിച്ചിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണു. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ഗ്രില്ല് ചെയ്തെടുക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക, ജോലി സ്ഥലത്തേക്ക് പോവാം. ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞ് സംസാരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ് നടപടി എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാ പോകുന്നതെന്നും പറഞ്ഞുതരാം. ജോലി സ്ഥലത്ത് പോയി ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകാം എന്ന് വെച്ചു. അതായത് ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ മോളിലേക്ക് പോവാണ്. അപ്പോൾ ഞാനിന്ന് പുതിയ റൂട്ട് പിടിച്ചു. ഈ കാണുന്ന പടുക്കൂറ്റൻ കെട്ടിടത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. ഈ കാണുന്ന പടുക്കൂട്ടൻ ബിൽഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ബ്രസ്ലോല റെയിൽവേ സ്റ്റേഷൻ്റെ വലിപ്പം കണ്ട
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്ന പാളങ്ങളുണ്ട്, അതല്ലാതെ നേരെ ഇങ്ങോട്ട് പാരലലി നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പുറത്തെ മെയിൻ സൈഡിലേക്ക് എത്തും. അവിടെ വ്രൊസ്ലാവിയ എന്ന് പറയുന്നൊരു മോളുണ്ട്. അപ്പോൾ അവിടെ കയറി സാധനങ്ങൾ മേടിക്കണം. ഇതിനകത്താണെങ്കിൽ നിറച്ച ആൾക്കാരായിരിക്കും. ഫോണാരെങ്കിലും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ തീരുമാനമാവും. അപ്പോൾ ജോലി സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. പുള്ളി സമ്മറാണ് വരാൻ പോകുന്നത്, നമുക്കിനിപ്പോൾ കുറേ ക്ലയൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് ഫോക്കസ്ഡ് ആയിരിക്കണം. ടീം അത്രയും വെൽ സെറ്റായിട്ടുള്ളത് ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. പുള്ളി 2-3 വർഷമായിട്ട് പറയുന്നതാ. ആൾക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആളുടെ ഫോട്ടോ എടുക്കാൻ. എന്നാലും അങ്ങനെയായിരുന്നു ജോലി സ്ഥലത്തെ കാര്യങ്ങൾ. ഒരു 3/4 മണിക്കൂർ ഇത് സംസാരിച്ചു. ഞാനും വേറൊരു മാനേജറും, ഞാൻ പറഞ്ഞിട്ടില്ല തിങ്കൾ മുതൽ വെള്ളി വരെ ഉള്ളവൻ, അവനും കൂടി. അപ്പം അതങ്ങനെ നടന്നു. പിന്നെ അവനായിട്ട് കുറച്ചൊരു സംസാരം ഉണ്ടായിരുന്നു. അവൻ എല്ലാ ഷിറ്റും കൊണ്ട് ശനിയാഴ്ചയ്ക്ക് വെക്കുന്നത്, അല്ലാതെ ഇത് ഞാൻ വരുന്ന ദിവസത്തേക്ക് വെക്കുന്ന പരിപാടി, അതിനെക്കുറിച്ച് സംസാരിച്ചു. റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തിരക്ക് നോക്കിയ ആൾക്കാരുടെ പൂരപ്പറമ്പ. എന്തായാലും എനിക്ക് കുറച്ചും കൂടി നടക്കണം, നേരെ കടയിൽ കയറണം. എന്തെങ്കിലും മേടിക്കാൻ കിട്ടിയാൽ മേടിക്കും. പിന്നെ ഓഫർ നല്ല രീതിയിലുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചറിയാം ഏതാ കട കാര്യങ്ങളെന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങൾ. ബൈ ബൈ. കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ സമയം നോക്കിയപ്പോൾ 8 മണി ആയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, എക്സ്പ്രസ് ഓറിയൻ്റലിലൊക്കെ 50% ഡിസ്കൗണ്ട്. നേരെ പോയി ഫുഡ് അങ്ങോട്ട് എടുത്തു. ഇതിനകത്ത് ഇറച്ചി മാത്രമേ ഉള്ളൂ, ഗ്രേവിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ഇറച്ചി മാത്രം. നമുക്ക് പ്രോട്ടീനെല്ലാം ആവും. ഇത്രയും സാധനത്തിനാകെ 18 സ്ലോട്ടി ആയിട്ടുള്ളൂ. ജ്യൂസിന് 4 സ്ലോട്ടി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ വയർ ഫുൾ ടാങ്ക്. അത് കഴിഞ്ഞ് നമ്മുടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ചും കൂടി കട കയറി ഇറങ്ങണം. 9 മണിക്ക് കടകളൊക്കെ അടയ്ക്കും. അപ്പോൾ ഒരു 8:20 ആകുമ്പോഴേക്കും കഴിച്ച് കഴിഞ്ഞ് പിന്നെയും കടകൾ കയറി ഇറങ്ങണം. ഓൾറെഡി കുറേ കടകൾ കയറി ഇറങ്ങി. ഇഷ്ടം പോലെ ഓഫറാണ്. കയ്യിൽ കാശില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും പറ്റണമൊക്കെ നോക്കി മേടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വ്ളോഗിൽ പറയാനുള്ള. സിനിമ പരിപാടി നമ്മൾ ക്യാൻസൽ ചെയ്തു, കാരണം നാളെ ജോലിയുണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ.